ഹലോ, നമസ്കാരം. സൂര്യ, 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 സൂര്യ. இந்த வாட்டி கருப்பு ட்ரெய்லர் வந்திருக்க, பார்த்துட்டு அப்புறம் பேசலாம். கமான் எவ்ரிபடி. இவங்கள பாதி பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். இப்படியே எத்தனை நாள் இருக்க போற? ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தாலும் எதுவும் மாத்த முடியாது. இதெல்லாம் சப்பு மேட்ரு சார். ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். அப்படியே சார் வரலீங்க ஐயா. கேஸ் பாஸ்ட் ஆன் டு நெக்ஸ்ட் மந்த் செகண்ட். பினோ ஃபீஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? போலீஸ் தரப்புல இருந்து யாரும் வரலீங்க ஐயா. கேஸ் பாஸ்ட் ஆன் டு நெக்ஸ்ட் மந்த் 15th. வாங்க முடியல. இந்த கேஸ் நடத்துற நான் பாக்குறேன். Come on, my man. ஆமா, நீங்க யாரு? உங்களை இந்த கோர்ட்ல நான் பார்த்ததே இல்லையே. சூர்யா, the one and only. வெல்கம். Hey. கொஞ்ச நாள் இல்ல, பயம் விட்டு போச்சு. நான் யாருக்கும் சொல்ல லுக்காக்கு கிடுகிடுகிடுடான்னு இருக்க. ஹாய் ஹாய். இந்த மாதிரி நேரத்துல மனுஷனுக்கு மனுஷன் ஹெல்ப் இந்த வாட்டி என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாதா? வந்துட்டேன்டா. வந்துட்டேன்டா, கடவுள். வெள்ளக்கார சாமி அது கூட பாவம் ஒண்ணு கேட்கலாம். இது கருப்புடா, கருப்புட சாமி. யாருக்கு என்னடானு சுத்தமா வெட்டி கசக்கி போட்டுடா. வேற பாய், என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஒரு கிரிக்கெட் தெரியுமா? இல்லடா. സൂര്യ നോക്ക്, ഞാൻ ആക്ച്വലി സൂര്യനാണ് ശ്രദ്ധിക്കണത്. തിരിച്ചില്ല. எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக. കറുപ്പ്. ഓക്കേ, ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ പക്ഷേ സൂര്യ അറിയാലോ, എന്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഐ എം എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് നടിപ്പിൻ നായകൻ സൂര്യ. കാലം കുറേയായിട്ട് ആ മുഖം കാണുന്നതാണ്. ഇതാ ഇവിടെ ഉണ്ട്. അങ്ങേരെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു 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 എനർജി നമുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. നമുക്ക് അത്ര ഇഷ്ടമാണെന്നേ, അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുന്നത് അത്രയും ഇഷ്ടമാണ് ആ മനുഷ്യനെ. ഇപ്പൊ ഈ ട്രെയിലറിന്റെ അകത്ത് തന്നെ വേറെ ഒന്നും, ഞാൻ ബാക്കിയൊക്കെ സിനിമ വരട്ടെ, ഇപ്പൊ ട്രെയിലറിന്റെ അകത്ത് ഞാൻ പുള്ളീനെ കണ്ട് ആസ്വദിച്ചോണ്ട് ഇരിക്കുകയായിരുന്നു. പടം ഇറങ്ങുന്ന സമയത്ത് പേടിയുണ്ട്, ഓഫ് കോഴ്സ്. സിനിമയെ കുറിച്ചിട്ടോ പ്രതീക്ഷയെ കുറിച്ചിട്ടൊന്നും ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് നിരാശപ്പെടാൻ വയ്യ. ഇപ്പൊ ഞാൻ എന്താണ് ഈ പടത്തിന്റെ കേസിൽ ഭയങ്കരമായ പ്രതീക്ഷയോ വാങ്ങാത്തൊരൊന്നും വെക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുണ്ട് ഇതിലൊന്നും നന്നായി വാ. എനിക്ക് നല്ലത് പറയാനാണ് ഇഷ്ടം. പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശം തന്നെ പറയും, പക്ഷെ നല്ലത് പറയാനാണ് ഇഷ്ടം. നല്ലത് പറയണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ, ഇപ്പൊ 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 നമ്മൾ പല നടന്മാരുടെ ഫാനായി. ഞാൻ മമ്മൂക്ക ഫാനാണ്, അതുപോലെ സൂര്യ ഫാനാണ്. അപ്പോ ഇവരുടെയൊക്കെ നമ്മുടെ എല്ലാ പടവും റിവ്യൂ ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം ഒക്കെ പറയും. നമുക്ക് നല്ലത് പറയാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നടന്മാരുടെ പടം ഇറങ്ങുന്ന സമയത്ത് ആണെങ്കിലും മോശം വന്നാൽ മോശം പറയും. പക്ഷെ നമുക്ക് സങ്കടത്തോടു കൂടിയിട്ടായിരിക്കും അത് പറയുന്നത്. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഒന്നും സക്സസ് ആകും. ഇപ്പൊ സൂര്യയുടെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമമുണ്ട്. കാര്യം ഞാനൊക്കെ പുള്ളിയുടെ സിനിമകൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്.
രാവിലെ ഫാൻ ഷോവിന് പോവുക. ഇപ്പൊ പോവാൻ പറ്റാറില്ല, പക്ഷെ മുമ്പൊക്കെ ഈ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഈ ഫാൻ ഷോന് രാവിലെ എണീച്ച് പോവുക, സെലിബ്രേറ്റ് ചെയ്യുക, അതൊരു ഒരു ഒരു സമയമായിരുന്നു. നമുക്ക് ഇയാളെ എങ്ങനെ കാണണം, നമുക്ക് അത്ര ഇഷ്ടമാണെന്നേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിലേക്ക് പോണ വഴി എന്റെ സ്കൂൾ എത്താറാവുന്ന സമയത്ത് മുമ്പ് മറ്റേ 7ാം അറിവിന്റെ ബോർഡ് ഇങ്ങനെ ഉണ്ടാവും അവിടെ. രാവിലെ അത് കൂടെ പോകുമ്പോ പുള്ളിനെ ഇങ്ങനെ നോക്കി കാലം. അപ്പൊ ആ ഓർമ്മയൊക്കെയാണ് വരുന്നത്. ഈ സൂര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വികാരമാണെന്നേ. നമുക്ക് ഒരുപാട് മെമ്മറി, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് സൂര്യ എന്ന് പറയുമ്പോൾ. എന്റെ സ്കൂള് തന്നെ വലിയൊരു മെമ്മറിയാണ് സൂര്യയുടെ കാര്യം പറയുമ്പോൾ. അത്രയും ഇഷ്ടമാണെന്നേ അയാളെ. അപ്പൊ ഞാൻ ഇപ്പൊ ട്രെയിലറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇയാളെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാണ്ട് ടു സീ ഹിം, എന്താ പറയുക, സീ ഹിസ് സക്സസ്. അത് എന്തോ കഷ്ടകാലം, എന്തൊക്കെയാണ് സംഭവിക്കണം എന്നുള്ളത് അറിയുന്നില്ല. എത്ര സിനിമകളാ പൊട്ടിക്കൊണ്ടിരിക്കുന്നേ. കങ്കുവ, ശിവ, അത് ആലോചിക്കുമ്പോൾ ദേഷ്യം വരും. എന്ത് വാലത്തൊക്കെയാണ് അതിന്റെ അകത്ത്. ഞാൻ സൂര്യ പറയില്ല. അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനയാൾ തല വെച്ച് കൊണ്ടുപോയിട്ട് ശിവ കൊണ്ടുപോയി ഇരുത്തിക്കളഞ്ഞു. പിന്നെ എന്താണ്, കുറെ പടങ്ങളുണ്ടല്ലോ ലാസ്റ്റ് വന്ന്. ഞാൻ എടുത്ത് പറയാൻ നിന്നപ്പോ റെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശപ്പടം, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതും നമ്മളിപ്പോ ഈ കാർത്തിക് സുബ്രാജ് എന്നൊക്കെ പറയുമ്പോ ഒരു രീതിയിൽ പ്രതീക്ഷിക്കുമല്ലോ. നല്ല പണി അറിയാവുന്ന ഒരു സംവിധായകനല്ലേ, റൈറ്റർ അല്ലേ. അപ്പൊ അയാൾ സൂര്യ വെച്ചൊരു പടം എടുക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, ഇതാണ് കംബാക്ക്, ഇത് നമ്മൾ ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പടം കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. സൂര്യ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കംബാക്ക് എന്ന് പറയാൻ മാത്രമുള്ള സാധനം അതിന്റെ അകത്ത് കിട്ടിയില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. നല്ല വിഷമമുണ്ട് മാൻ. ഞാൻ ചുമ്മാ പറയുന്നല്ല. കാരണം എവിടെ നിന്ന് നടനത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഏത് നടന്റെ ഫാനും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഈ സൂര്യ ആസ് ആൻ ആക്ടർ, നിങ്ങൾ അയാൾ എവിടെ നിന്നതാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തോരം നല്ല പടങ്ങള് എന്തോരം നല്ല പടങ്ങള് മൂപ്പര് ചെയ്ത് വന്നതാ. പക്ഷെ പിന്നെ സെലക്ഷൻ മോശമാവുന്നു, ബോക്സ് ഓഫീസിൽ രക്ഷയില്ലാത്ത അവസ്ഥ വരുന്നു. ആൾക്കാര്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡൈഹാർഡ് സൂര്യ ഫാനാണ്. പുള്ളി ഓൾറെഡി തിരക്കിലാണ്. പക്ഷെ മൂപ്പര് പുള്ളിയുടെ പടം വരുന്ന സമയത്ത് എന്താ പറയാ, വിഷമത്തോടു കൂടിയിട്ടൊക്കെ പോയി കാണുന്ന അവസ്ഥയാണ്. വിഷമത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്ത്. ഈ പുള്ളി എന്ന് പറഞ്ഞ രാത്രിയാണ് സിനിമ കാണാൻ പോവുക. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പക്ഷെ അഭിപ്രായങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നെഗറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞാലും പുള്ളി പോയി കാണും. വിഷമത്തിലെ പോയി കാണുക എന്ന് മാത്രം. പുള്ളിയും വരും. ഫെയിലിയർ ആണെങ്കിലും അടുത്ത പടം വന്നാൽ അതും പോയി കാണും. ബിക്കോസ് സൂര്യയാണ്, മിസ്സാക്കില്ല, പോയി കാണും. പക്ഷെ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ഡിസേർവ് ചെയ്യുന്ന സക്സസ് കിട്ടുന്നില്ല. ഫെയിലായിട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇടുന്ന എഫേർട്ടിന് എന്തെങ്കിലും വേണ്ടേ? പുള്ളി നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, നോ റിസൾട്ട്. അതല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് ഞാൻ ഈ പ്രതീക്ഷയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്. ബിക്കോസ് ജെനുവിൻലി വിഷമിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ പടം കറുപ്പ് പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല, പക്ഷെ ആഗ്രഹിക്കുന്നു അറ്റ്ലീസ്റ്റ് ഇത് ഭയങ്കരമായ ഇതിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് സൂര്യയുടെ പെർഫോമൻസിനെ പ്രൈസ് ചെയ്ത് അത്യാവശ്യം ഇത് തിയേറ്ററിൽ ഓടണം എന്ന് ആഗ്രഹമുണ്ട്. ആസ് എ ഫാൻ ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതും പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയില്ല, നമ്മളാകെ തളർന്നു പോകുന്ന അവസ്ഥയാണ്. ഇത് ഇത്രയും പറയുമ്പോൾ അത്രയും ഡൈഹാർഡ് ഫാൻസിന് മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ, ഈ ഒരു വികാരം. അല്ലാത്ത ആൾക്കാർക്ക് ഇത് ചുമ്മാ ഒരു ടോക്കായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും കറുപ്പിനെക്കാട്ടിലും സൂര്യയുടെ അടുത്ത പടത്തിൽ നല്ല വിശ്വാസമുണ്ട്. എന്താണ് പടത്തിന് സൂര്യ, ആ പടം പെട്ടെന്ന് നാവില് വരുന്നില്ല. സൂര്യ മമിതയായിട്ടുള്ള പടം, അതിലെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിന്റെ ടീസർ റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറുപ്പിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ പടമാണ്. ആ പടം സക്സസ് ആവുന്ന 100% ഒരു ഉറപ്പെന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇങ്ങനെ മൈൻഡിൽ അറിയാതെ വരിക എന്ന് പറയില്ലേ, അതെനിക്ക് ആ സിനിമയുടെ കേസിലുണ്ട്. ഈ പടത്തിന്റെ കേസിൽ ഞാൻ ഒന്നും
ചിന്തിക്കുന്നില്ല, എന്റെ മൈൻഡിലേക്ക് ഞാനൊന്നും വരുത്തുന്നില്ല. ബിക്കോസ് ഒരു മാസ് ആക്ഷൻ പടമാണ് ഇത്. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം ഒത്തിണങ്ങി വന്നാൽ മാത്രമേ ഒക്കെ സെറ്റ് ആവുള്ളൂ. സ്റ്റോറി അത്യാവശ്യം നല്ലതായിരിക്കണം, അതേപോലെ എൻഗേജിങ് ആയിരിക്കണം, ഫൈറ്റ്, ഡയലോഗ്സ്, പരിപാടികൾ എല്ലാം സെറ്റായി വരണം. പിന്നെ RJ ബാലാജിയുടെ കാര്യം പറയുകയാണെങ്കിൽ വില്ലനാണ്, സിനിമയിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എനിക്ക് ട്രെയിലറിൽ കണ്ട സമയത്ത് ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അത്ര പവർ സൂര്യയോടൊപ്പം നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല അത്, ബട്ട് അങ്ങനെ എന്തോ തോന്നണം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നന്നാവട്ടെ, പടം തിയേറ്ററിൽ വരട്ടെ, സക്സസ് ആവട്ടെ, ഗംഭീരാവണം. എന്താ വാട്ടിയാവുന്നത്, എന്താ വാട്ടിയാവുന്നത്, എന്താ വാട്ടിയാവുന്നത്, എന്താ വാട്ടിയാവുന്നത്, എന്താ വാട്ടിയാവുന്നത്, എന്താ വാട്ടിയാവുന്നത്. എനിക്ക് ഒരു കാര്യത്തിൽ നല്ല ദേഷ്യം വന്നു കേട്ടോ, ഇറിറ്റേഷൻ തോന്നി, ദേഷ്യമല്ല ഇറിറ്റേഷൻ തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ട്രെയിലർ 7 മണിക്ക് വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ കാത്തിരുന്നു, ഞായറാഴ്ചയാണല്ലോ, നമ്മൾ കാത്തിരുന്നു, ഇത് വരുന്നു വിചാരിച്ചിട്ട് ചാനലിൽ പോയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു, കാണണേ ഇല്ല. 8 മണി കഴിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. 8 മണി കഴിഞ്ഞില്ലേ, അതോ അതിന് മുമ്പ് ഇട്ടായിരുന്നോ? ഒന്നാമത്തെ കാര്യം, നമ്മള് സൂര്യ ഫാൻ എന്ന് തന്നെ പറയാം. എടോ, നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒന്നാമത് സിനിമ ലവറാണ്, 2 നമ്മുടെ ഇഷ്ട നടനാണ്. കുറെ ആയിട്ട് ഫെയിലിയർ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഫെയിലിയറിന് ശേഷം ഒരു പടം വരാൻ വേണ്ടി പോവുക. അപ്പൊ ആ പടമെങ്കിലും സക്സസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മള് ആ പടത്തിന്റെ ഇഷ്ടം നടന്റെ ആ പടത്തിന്റെ ട്രെയിലർ 7 മണിക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കൊതിയോടുകൂടി കാത്തിരിക്കുമ്പോ ഒരുമാതിരി മറ്റേ പണി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ തോന്നും. ദേഷ്യമല്ല, നെഗറ്റീവായിട്ട് പറയണതല്ല, തോന്നിയ ആ ഒരു ഇറിറ്റേഷൻ ജസ്റ്റ് ജെനുവിൻലി പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് മാത്രമായിരിക്കില്ല, പല ആൾക്കാർക്കും അത് തോന്നിയിട്ടുണ്ടാവും. ഓൾറെഡി എന്താ പറയാ, ഒരു സക്സസ് കിട്ടണേ പറഞ്ഞിട്ടാണ് ഇരിക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രെയിലറിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് കാത്തിരുന്ന് അതും വൈകിപ്പിച്ച്, ഓക്കെ, അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ടാവുകയായിരിക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അതും വൈകി വന്നപ്പോൾ ഒരു പ്രയാസം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ദാറ്റ്സ് ഇറ്റ്. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ദിസ് ടൈം സൂര്യ മടങ്ങി വാ. എന്ത് നല്ല നടനാണ്, എന്തു പറ്റി. സൂറൈ പോട്ടർ എന്ന് പറഞ്ഞ ഒരു സിനിമ ഗംഭീര പടമായിരുന്നു, തിയേറ്ററിൽ ഇറങ്ങിയില്ല, പക്ഷെ നല്ല അഭിപ്രായങ്ങൾ വന്നു. OTT കണ്ടിട്ട് അയാളുടെ പെർഫോമൻസിനെ ആൾക്കാർ പ്രൈസ് ചെയ്തു. ജയ് ഭീം കിടിലം പടം എന്ന് പറഞ്ഞ കിടിലം പടം OTT വന്ന് കഷ്ടകാലം, തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല, നല്ല അഭിപ്രായം വന്നു. ഈ 2 പടമാണ് ഈ അടുത്ത കാലത്ത് മൂപ്പരുടെ നല്ലതെന്ന് പറയാൻ ആക്ച്വലി ഉള്ളത്. ബാക്കി വന്ന സാധനങ്ങളൊക്കെ തിയേറ്ററിൽ വന്നു, പക്ഷെ ഒന്നും അങ്ങട് ആയില്ല. വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ നാട്ടിൽ തന്നെ സൂര്യക്ക് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, സൂര്യനെ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയാം. ഞാന് നമ്മൾ ആ ടൈം തൊട്ടേ, പഴയ ടൈം തൊട്ടേ പുള്ളിയുടെ പടങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് ആളുകൾ ഉണ്ടാക്കിയ ഒരു ഓണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോ അങ്ങനെ ഒരു വൈബ് നമ്മൾ കണ്ടിട്ടുണ്ട് സൂര്യയുടെ പടത്തിന്. പക്ഷെ ഈ ഫെയിലിയർ വരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ആ വൈബ്, ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നും ആ ഒരു വൈബ് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. അത് ഓഡിയൻസിന്റെ തെറ്റല്ല, ഫാൻസിന്റെ തെറ്റല്ല, അത് ഉണ്ടാവുന്നൊരു നിരാശയാ. മൂവി സെലക്ഷന്റെ കാര്യത്തിൽ വീഴ്ച പറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ആളുകൾക്ക് ദേഷ്യമല്ല, ഫാൻസിനും ദേഷ്യമല്ല ഉണ്ടാവുന്നത്, നമുക്ക് ഉണ്ടാവുന്നത് വിഷമാണ്, ഉണ്ടാവുന്നത് വല്ലാത്തൊരു വിഷമം. അപ്പൊ അത് പറഞ്ഞത് മാത്രം. ശരി, ബൈ.